കയറുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ്. ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ കയറാൻ പോവാണ്. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയാനാണ്. എടാ ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാവേ. ഞാനൊന്ന് ഇവിടെ ഒരു കാര്യം സംസാരിച്ചിട്ട് ഇതാ വരുന്നേ. സോ കയറുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാണ് ഗൈസ്, എനിക്ക് ഇങ്ങനൊരു ടൈമിൽ ഇത് ഈ ഒരു സാധനത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് മോർ ദാൻ, ഞാനിത് RP ആയിട്ടല്ല ഞാൻ പറയാണ്, മോർ ദാൻ എനിക്ക് എൻ്റെ റിയൽ ലൈഫിലും പോലും എൻ്റെ ജീവിതം മാറ്റിയത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമാണിത്. എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇത് മാറ്റി നിർത്തി പോകാനുള്ളൊരു സാഹചര്യമല്ല. സോ എനിക്കിത് കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് ഇതിപ്പോൾ നമ്മൾ ഒരു ഗ്യാപ്പൊന്നും എടുക്കാത്തതുകൊണ്ട് ഓൾറെഡി സിറ്റിയിൽ പല ഗ്യാങ്സുമായിട്ട് വള്ളിയുണ്ട്, ഏണിയുണ്ട്. ഹലോ എടാ ഞാനിപ്പോൾ വരാവേ. ഞാനിപ്പോൾ ഇവിടെ തന്നെ നിൽക്കണം, ആരും പോലെ ഞാൻ അപ്പുറത്തുണ്ടാവും. ഇപ്പോൾ വരാവേ. അപ്പം എനിക്കത് അവിടുന്ന് ഇതാക്കി പോകാൻ പറ്റത്തില്ല. കാരണം ഇപ്പം തന്നെ സിറ്റിയിൽ കുറേ പേരുടെ അടുത്ത് ഏണിയും വഴക്കും അടി ഇടിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് വള്ളി എടുക്കുന്ന സമയത്ത് നമുക്കത് കമ്മിറ്റ് ചെയ്യാനും പറ്റത്തില്ല. അത് കമ്മിറ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയാണ് കറൻ്റ്ലി എനിക്കിപ്പോൾ ഉള്ളത്. സോ അതുകൊണ്ട് ഇപ്പോൾ ഇതാ ഇവിടെ നിൽക്കുന്ന പിള്ളേർ അവരത്രയും പേരാണെങ്കിലും അവരെ ഒരാൾ കൊണ്ടുപോയി ഹോസ്റ്റേജ് ആക്കി വെച്ചുകൊണ്ടിരുന്ന എനിക്ക് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കാനും ഇതാക്കാനും പറ്റത്തില്ല. സോ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാനൊരു പെർട്ടിക്കുലർ ടൈം വരെ ഞാൻ വെയിറ്റ് ചെയ്യും ഒരു ടൈം വരെ. അതായത് നമുക്കൊരു എന്തെങ്കിലും ഒരു TV എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോശം അവസ്ഥ വരുമ്പം ആരൊക്കെ വരുമോ അവരെല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പറയണ മനസ്സിലാവും നിങ്ങൾക്ക്? അതായത് എനിക്ക് അത്രേ ഉള്ളൂ. അതായത് ഇപ്പം ഇന്ന് TVക്ക് ഒരു മോശം സംഭവം ഇന്ന് സംഭവിക്കുവാണ്, നമുക്ക് ആളില്ലാതെ നമ്മളെ ഒരാളെ ടോർച്ചർ ചെയ്യുവാണ്. ആ സമയത്ത് ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നാലും അതിൽ ഞാൻ പറഞ്ഞില്ല, ഈ പോയ ആൾക്കാർ ആര് തിരിച്ചു വന്നാലും അവർക്ക് എപ്പോൾ വേണേലും വരാം എന്നൊരു കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് ജീവിതകാലം മൊത്തം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഗൈസ്. അത് കാരണം ഈ പിള്ളേർ ഇവിടെ നിൽക്കുന്ന പിള്ളേർ ഓരോരുത്തരും ഗ്യാങ് ആയിട്ട് ഈ സിറ്റിയിൽ കൂടെ നടക്കണതാണ്. നാളെ അവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും അവരെ ഇതാക്കിക്കൊണ്ട് പോകുമ്പോഴും ആളില്ലാതെ എനിക്ക് 5 പേരെയും കൊണ്ട് അവിടെ ചെല്ലാൻ എനിക്ക് ഒരിക്കലും ഒട്ടും പറ്റത്തില്ല. സോ നമുക്കൊരു മോശം ടൈം വരുമ്പം അതിപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അവർ തിരിച്ചു വരുവാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ലൈക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് ഈ നിൽക്കുന്ന പിള്ളേരെ ഓരോരുത്തരെ കൊണ്ടുപോയി ടോർച്ചർ ചെയ്യാനും ഇതാക്കാനുമുള്ള ഇത് എനിക്ക് പറ്റത്തില്ല. പിന്നെ എൻ്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന TVയുടെ കൂടെ ഇപ്പോൾ ഉള്ള എല്ലാ പിള്ളേർക്കും ഉള്ള ഇമ്പോർട്ടൻസ് തന്നെ ഞാൻ അന്നും എന്നും എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. അതിൽ ഇങ്ങനൊരു സിറ്റുവേഷനിലും എനിക്ക് ഒരു മാറ്റവും ഇല്ല. അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. പിന്നെ വേറൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, എനിക്ക് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പം എനിക്ക് എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം എനിക്ക് കുറച്ചത്രയ്ക്ക് അങ്ങ് ക്ലോസ് ആയിട്ട് കൂടെ എല്ലാം ഡീൽ ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. സോ TVയിൽ ഇനി എനിക്ക് അങ്ങനത്തെ കുറച്ച് 2-3 ആൾക്കാരെ ഞാൻ എന്തായാലും എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ TVയിൽ മോർ ദാൻ കൊണ്ടുവരും. അത് വെടിയും അടിയും ഒന്നും നോക്കിയിട്ടല്ല, സംസാരിക്കാൻ ഇതാക്കിയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ എന്തായാലും ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ ഉടനെ ചെയ്യും. അല്ലാതെ ഞാൻ പ്ലേയേഴ്സിന് റീപ്ലേസ്മെൻ്റ് എന്നുള്ളൊരു പരിപാടിയില്ല. അവരുടെ മൈൻഡൊക്കെ ഓക്കെ ആക്കി അവർ വരുവാണെങ്കിൽ എനിക്ക് അവരെ തന്നെ കളിപ്പിക്കാനാണ് താല്പര്യം. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് TV എന്ന് പറയുന്ന സാധനം നാശമായി പോകണത് കാണാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഗൈസ്, നിങ്ങളൊരു കാര്യം പറയുന്നത്, ഇന്ന് നമ്മുടെ ലിസ്റ്റിലുള്ള ഇന്ന് വരാത്ത ആൾക്കാർ നിങ്ങൾ ഇല്ലെന്ന് വിചാരിക്കരുത്. ബാബു ഇന്ന് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വരത്തില്ല. അല്ലെങ്കിൽ അത് അത്രേ ഉള്ളൂ. അത് അവർ അല്ലാതെ അങ്ങനെ വരാതിരിക്കണമെന്നല്ല. ബാബു ഒക്കെ ഉണ്ട്. നമ്മുടെ അതിനകത്ത് ഇപ്പോൾ ഉള്ള ഫൈനൽ ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫൈനൽ ലിസ്റ്റ് ഗൈസ്, ഒരു സെക്കൻഡ്. ഫൈനൽ ലിസ്റ്റ്: പരന്തു വാസു, ചന്ദ്രബോസ്, ബാബു നമ്പൂതിരി, കീരിക്കാടൻ ജോസ്, ജോക്കി, മെന്നി, കിണ്ടി, മാമൻ, നീലൻ, വില്ലു, സാവേജ്, സ്നൈപ്പ്, ബോബ്, കണ്ണാപ്പി, കെവിൻ, ബാലൻ, മദാര, വില്ലൻ, സ്ട്രില്ല്, ബോബോയ്, സക്കീർ, SRK. ഇതാണ് കറൻ്റ്ലി ഉള്ള ലിസ്റ്റ്. നമുക്കുള്ള ലിസ്റ്റ്. മനസ്സിലായോ? ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ അതുപോലെ മുന്നോട്ട് പോകും. ആൻഡ് വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് സിറ്റിയിൽ കുറേ സിറ്റുവേഷൻസ് ആവും. നമുക്ക് ആളില്ലെങ്കിൽ മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും വെയിറ്റ് ചെയ്യും. എന്നിട്ടും ഈ ഗ്യാങ്ങിൻ്റെ സ്ഥിതി ശോകമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഡിസിഷൻസ് എടുത്തേ പറ്റത്തുള്ളൂ ഗൈസ്. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ എനിക്ക് ഒന്നുമില്ല. അല്ല, അതിൽ ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമേ ഗൈസ്. സീരിയസ് ആയിട്ട് ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം. ഞാനല്ലാതെ ഇനി
ഇതും എടുക്കാതെ PvP സൈഡ് കംപ്ലീറ്റ്ലി വിടണമെങ്കിൽ അങ്ങനെയെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷെ ആളില്ലാതെ സിറ്റിയിൽ സിറ്റുവേഷൻസ് എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇതാക്കാം. ബോബ് കണ്ണാപ്പിയൊക്കെ പറഞ്ഞല്ലോ. ബോബ് കണ്ണാപ്പിയൊക്കെ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ ഒന്നുകൂടെ കേക്ക് എന്നിട്ട് ചുമ്മാ പേര് സ്പാം ചെയ്യാതെ. നീലൻ എല്ലാം പറഞ്ഞു. ഹരി എന്ന് പറഞ്ഞത് നീലനെയാണ്. അന്ന് നീ പാസ്സായോ? ഇന്ന് നീ പാസ്സായാണോ? ആ ഞാൻ അന്ന് പാസ്സായിരുന്നു. എന്തോന്ന് ചുബോർക്ക് എവിടെ ഗൈസ്? ഞാൻ പറയണത് പ്ലേയിങ് ആണ്. TV ഒന്ന് ലീവ് ചെയ്ത് TV അങ്ങനത്തെ അല്ല ഞാൻ പറഞ്ഞ പ്ലേയിങ് കളിക്കാനുണ്ടാകും. അങ്ങനെയാണോ മൈൽസ് ട്രിക്കി അവരെല്ലാം ഇവിടെ തന്നെ TV തന്നെ ഉണ്ട്. അവരൊക്കെ ജോലിയുടെ കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കാണ്. മൈൽസിന്റെ അച്ഛൻ ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങി. അതിന്റെ കുറെ കാര്യങ്ങളായിട്ട് മൈൽസ് നിൽക്കുന്നു. ട്രിക്കി ദുബായിക്ക് പോയി. അവൻ അവിടെ പോയി എന്തായാലും ഒന്ന് സെറ്റ് ആവാൻ 2-3 മാസം വേണം എന്ന് പറഞ്ഞ്. ഞാൻ ഗുലാൻ ഓൾറെഡി ഇറങ്ങിയല്ലോ. ഗുലാന് മണവാളിനൊക്കെ ഇറങ്ങി. ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് ഇവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ കുറച്ച് പേരില്ല. കുറച്ച് കാരണങ്ങളും ഇഷ്യൂകളും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു സംഭവത്തിലിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കറൻ്റ്ലി നമ്മൾ ഇത്രയും നാൾ കണ്ടു വന്നുകൊണ്ടിരുന്ന നമ്മുടെയൊക്കെ പേരിൻ്റെ മുമ്പിലുള്ള 3 അക്ഷരമുണ്ട്. എനിക്ക് അതാണ് അൾട്ടിമേറ്റ് എന്ന് ഞാൻ എന്നും പറഞ്ഞു നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എനിക്കിത് വഴിയിലിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു കാര്യം ഞാൻ നിനക്കൊക്കെ ഉറപ്പ് തരാം. ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇതിനകത്തുനിന്ന് ഏതവനെ കൊണ്ടുപോയാലും ആര് കൊണ്ടുപോയാലും എവിടെ കൊണ്ടുപോയാലും ആളില്ലെങ്കിലും എന്തില്ലെങ്കിലും ചോദിക്കാൻ ഞാനും ബാക്കി ഇരിക്കുന്ന എല്ലാവരും വരും. അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഉറപ്പാണ്. ഇനി അങ്ങോട്ട് എല്ലാത്തിനും ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ തന്നെ ഉണ്ടാവും. ഇനി അത് ബാക്ക് ഓഫ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി എനിക്കില്ല. ഇതെങ്ങനെയാണോ തുടക്ക സമയത്ത് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അവനെ പരിചയം ഉണ്ടാകത്തില്ല വലിയ. അതായത് ഇത് ഞാനും ഇവനും വെറുതെ വഴി നടന്ന് തുടങ്ങിയ ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ ഇത്രയും പേര് ഇന്നിവിടെ വന്നിരിക്കണ ഈ ഒരു സാധനം. സോ അപ്പോൾ ഈ ഗ്യാങ് ഹൗസ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് ആവുകയും ഗൈസ്. ഈ ഗ്യാങ് ഹൗസ് വന്നതിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. അതെ, ഈ ഗ്യാങ് ഹൗസ് വന്നത് പോലും ഒരാക്ഷേപത്തിൽ നിന്നുണ്ടായ ഗ്യാങ് ഹൗസ് ആണിത്. ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു വെറുതെ ഒരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ തുടങ്ങിയതല്ല. നമ്മൾ തുടങ്ങി ഇതിവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാനും എനിക്ക് പറ്റണം. അപ്പം ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു അവസ്ഥ എനിക്ക് വന്നപ്പം എൻ്റെ കൂടെ OGയിലായിട്ടുണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സും തിരിച്ചിവിടെ വന്ന്. അതിൽ കീരി ആയിക്കോട്ടെ, ജോക്കി ആയിക്കോട്ടെ, മെന്നി ആയിക്കോട്ടെ, അവരോടൊക്കെ എനിക്ക് ഒരു പ്രത്യേക ഒരു താങ്ക് യു പറയാനുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്കറിയാം പെട്ടെന്നൊരു റീപ്ലേസ്മെൻറ്റ്സ് എനിക്കങ്ങോട്ട് അത് പറ്റത്തില്ല. അത് പെട്ടെന്ന് അങ്ങനത്തെ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന കാര്യം പറ്റത്തില്ല. പക്ഷേ പറ്റുന്നവരുണ്ടാവാതിരിക്കാം ചിലപ്പോൾ ആ കൂട്ടത്തിൽ, എനിക്കറിഞ്ഞൂടെ. എന്നാലും ഞാൻ പറയുകയാണ്, നമുക്ക് ഒരു ടൈം കൊടുക്കാം. ആ ടൈമിൽ അവർക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വരട്ടെ. അല്ലെങ്കിൽ നമുക്കത് കഴിയുമ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കാം. എന്നാലും നോക്കുകയാണെങ്കിൽ വെടിവെക്കാൻ കുറവൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇപ്പോഴും. തൃശ്ശൂർ ഗഡിയൊക്കെ ഇങ്ങോട്ട് ഇറക്കി വിട്ടാ പോരെ? 5 പേരെ നീ അടിക്കൂലേ? 5 പേരെ ഞാൻ അടിക്കും. 2 പേരെങ്കിലും നീ അടിക്കൂലേടാ കെവിനെ? ഓ, ഇത് സൗത്തിനെ വെച്ചേക്കുവാണ്. ഈ കൂഞ്ച വന്നിരിക്കുന്നു. എടാ ശബ്ദം സംസാരിച്ചടാ. കെവിനെ സംസാരിച്ചടാ. അവന് മൈക്കില്ല. അവന് അടിച്ചുപോയി. അപ്പൊ എടാ നിന്റെ ഒരു ഇതെന്താണ് പറ? നിന്റെ ഒരു തീരുമാനം എന്താണ് പറ? നീ ഇങ്ങനൊരു ഇതുണ്ടായപ്പോ ആണോ അങ്ങനെ വരാൻ തീരുമാനിച്ചതാണോ, അതോ നീ ഇനി ഇവിടെ ഉണ്ടാവോ? ഞാനിവിടെ ഉണ്ടാവും. ഞാൻ ഒരു 2 മാസത്തിനടുപ്പിച്ചാവാറായി. അങ്ങനെയാണെങ്കിൽ ഓക്കെ.
പിന്നെ അത്രയൊക്കെ ഉള്ളു. വേറെ അങ്ങനെ പറയാൻ ഇത് മീറ്റിംഗ് ഒന്നും അല്ല. മീറ്റിംഗ് ആയിട്ട് എനിക്ക് ഇപ്പോഴൊന്നും പറയാനില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്, ചെയ്ത് തുടങ്ങാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളിലൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് മെയിനായിട്ട്. അപ്പം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ പെൻഡിങ് ഉള്ള അടിയും വഴക്കും ഒക്കെ ഒന്ന് സംസാരിച്ചൊതുക്കി വെക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, അതേ നടക്കത്തുള്ളൂ. സ്നൈപ്പേ എന്തേലും പറയടാ. എന്ത് പറയാനാണ്, നമുക്കിത് അങ്ങോട്ട് സെറ്റ് ആക്കാം. എല്ലാം സെറ്റാണ്, അതെ സെറ്റാണ്. പ്രത്യേകിച്ച് സെറ്റ് ആക്കേണ്ട ആവശ്യമില്ല, സെറ്റാണ്. റേഡിയിലുള്ള എല്ലാരും ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഈയിടെയായിട്ട് മന്ദാരം ഡോക്ടറായി ഞാൻ കേട്ടത്. മന്ദാരം കുറച്ചധികം ഫുള്ള് ഹോസ്പിറ്റലാന്നിട്ട്. ഇല്ലടാ, അത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ. എനിക്കിത് എവിടുന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്ന് നീക്ക് ഇവിടെ ഉറങ്ങാതിരിക്കാതോ. എനിക്ക് ഇപ്പോഴും ഒരു ചത്തിരിക്കുവാണ്. നോക്ക്, എന്തോ അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഈ SRK. കാര്യമായിട്ട് എന്തോ അടിച്ചിട്ടിരിക്കുവാണ്.